അപ്പോൾ അത്രത്തോളം ഞങ്ങൾ ഗൗരവമായിട്ടാണ് ആ സംഗതി കണ്ടിരുന്നത്. ഇന്നിപ്പോൾ വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുന്നു. അപ്പോൾ സാങ്കേതികമായ ഒരു ട്രേഡ് യൂണിയനിൽ അദ്ദേഹത്തിന് അംഗത്വം തിരികെ ലഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് ഡയറക്ടേഴ്സ് യൂണിയൻ ആലോചിച്ച അക്കാര്യത്തിനകത്ത് വേണ്ട നടപടിയെടുക്കും. ഇതാണ് സംഘടനയ്ക്ക് ഇക്കാര്യത്തിനകത്ത് പറയാനുള്ളത്. ഒപ്പം ഈ പ്രധാനപ്പെട്ട മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടൻ, ഒരു താരം ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണമാണ്. വിധിയെ സ്വാഗതം ചെയ്യാനോ നിരസിക്കാനോ ഇല്ല. ദിലീപ് അറസ്റ്റിലായപ്പോൾ ആദ്യം നടപടിയെടുത്തത് ഫെഫ്ക. നിലവിലെ സാഹചര്യത്തിൽ ദിലീപിന് ഫെഫ്കയിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല. ഫെഫ്ക യോഗം ചേർന്ന് തീരുമാനമെടുക്കും എന്നതാണ് ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണത്തിലെ കാതലായ ഭാഗം. അതിൻ്റെ ഒരു പ്രതികരണത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. നടൻ ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം അദ്ദേഹം ആദ്യം എത്തിയത് അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയെ കാണാൻ. അദ്ദേഹത്തിനോട് കാൽ തൊട്ട് വന്നിച്ച് നന്ദി പറഞ്ഞ ശേഷം ഇപ്പോൾ നിയമമന്ത്രി പി രാജീവ് ഒരു വിധിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എക്കാലത്തും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത്. പോലീസ് വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.